നമ്മൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സൂക്ഷിക്കാറുണ്ട്. അതേപോലെ നോമ്പിൽ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നിയ്യത്ത് പോലെ അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നോമ്പിൻ്റെ സുന്നത്തുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ നോമ്പിന് എത്ര സുന്നത്തുകളാണ് ഉള്ളത്? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാതിരിക്കരുത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കസേരയിൽ ഇരുന്നിട്ട് ഞാനത് വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. നമസ്കാരത്തിന് സുന്നത്തുകളുണ്ട്, വുളൂഇന് കുറേ സുന്നത്തുകളുണ്ട്. അതേപോലെ നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? എത്ര എണ്ണമാണ്? പ്രധാനമായും നോമ്പിൻ്റെ സുന്നത്തുകൾ 2 എണ്ണമാണ്, കുറേയൊന്നുമില്ല. ആ രണ്ടെണ്ണവുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള സുന്നത്തുകളും. നോമ്പിൻ്റെ ഈ 2 സുന്നത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നോമ്പിൻ്റെ ഈ 2 സുന്നത്തുകളുടെ പ്രത്യേകത, നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകളും ഈ 2 സുന്നത്തുകളും അനുഷ്ഠിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 നോമ്പ് നമ്മളിപ്പോൾ ഏകദേശം എടുത്തു അല്ലേ? ഈ 3 നോമ്പിലും ഈ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട വളരെ പ്രതിഫലാർഹമായ ഈ 2 സുന്നത്തുകളും നമ്മളിൽ 99.9% ആളുകളും എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ സുന്നത്തെടുത്ത അധിക പേർക്കും അറിയില്ല ഇത് സുന്നത്താണ്. ഞാൻ ഈ ചെയ്യുന്നത് ഒരു സുന്നത്താണ്, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് എന്നറിയാതെയാണ് അധിക പേരും ആ സുന്നത്ത് അനുഷ്ഠിക്കാറുള്ളത്. ഏതാണ് നോമ്പിൻ്റെ ആ 2 സുന്നത്തുകൾ? അതിൽ ഒന്നാമത്തത് അത്താഴം കഴിക്കലാണ്. നോമ്പിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാമത്തേത് ഏതാ? അത്താഴം കഴിക്കുക. സാധാരണഗതിയിൽ നമ്മൾ അത്താഴം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വൈകുന്നേരം വരെ ഇനി വെള്ളം കുടിക്കാൻ കഴിയില്ല, ഭക്ഷണങ്ങളൊന്നും തൊടാൻ പോലും കഴിയില്ല. അപ്പം ക്ഷീണം ഉണ്ടാവും, കഠിനമായ ചൂടിൽ നമ്മൾ തളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ശക്തി കിട്ടാൻ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായകരമായിട്ടാണ് നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അത്താഴം കിട്ടാതെ നമ്മൾ ഉറങ്ങിപ്പോയാൽ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം എന്താ പറയുക? പടച്ചോനെ, അത്താഴം കഴിച്ചില്ലല്ലോ, ഇനി എങ്ങനെ പിടിച്ചു വെക്കും, ക്ഷീണമായി പോവില്ലേ, ഇന്ന് തൽക്കാലം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അധികവും നമ്മൾ അത്താഴം കഴിക്കുന്നത് എന്തിനാ? ശരീരം തഖ്വിയത്താവാൻ വേണ്ടി, ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത്താഴം കഴിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ നിയ്യത്തൊന്ന് ചെറുങ്ങനെ മാറ്റിയാൽ, അതിനൊരു സുന്നത്തായി കണ്ട് അത് കഴിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ കൂലി കിട്ടാൻ കാരണമായി തീരും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമുക്കത് കഴിക്കുന്നതിലൂടെ ഒരുപാട് ബറക്കത്തുകളും കൂലിയൊക്കെ ലഭിക്കും. ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അത്താഴത്തിൻ്റെ വിഷയത്തിൽ മാത്രം വന്ന ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രധാനമായിട്ടും 3 ഗുണങ്ങളാണ് അത്താഴം കഴിക്കുന്നതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത്. 3 വാഗ്ദാനങ്ങൾ, 3 ഫവായിദുകൾ. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൽ, അത് സാധാരണ ഭക്ഷണമാണെങ്കിൽ പോലും, നമ്മൾ ബാക്കിയുള്ള വേറങ്ങളിൽ കഴിക്കുന്നത് പോലെയുള്ള നമ്മുടെ നാട്ടിൻ്റെ വിഭവങ്ങളിൽപ്പെട്ട സാധാരണ ഭക്ഷണമാണെങ്കിൽ പോലും ആ സമയത്ത് കഴിക്കുന്ന, ആ നിയത്തോട് കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ പ്രത്യേകം ബറക്കത്തുണ്ട്. അത് ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. അത്താഴം കഴിക്കണേ, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണേ, ഫഇന്ന ഫിസ് സഹൂരി ബറക, കാരണം അത്താഴത്തിന് വലിയ ബറക്കത്തുണ്ട് കേട്ടോ. വളരെ സ്നേഹത്തോടു കൂടി, നമുക്കറിയാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത എന്തോ വലിയൊരു ബറക്കത്ത് അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് അത് നഷ്ടമായി പോകരുത് എന്ന ചിന്തയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി നമ്മളോട് ഉപദേശിക്കുന്നത് പോലെ, മോനെ അത്താഴം കഴിക്കണം കേട്ടോ. കാരണം എന്താ? ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ നീ പട്ടിണിയാവുമെന്നല്ല, അത്താഴത്തിൽ വലിയ ബറക്കത്തുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, അസ്സഹൂറു ബറക, അത്താഴം എന്ന് പറഞ്ഞാൽ വലിയ ബറക്കത്താണ്. ഫലാ തദഉ, നിങ്ങളതിനെ ഉപേക്ഷിക്കരുതേ. ആഹാ, സ്നേഹമുള്ള ഹബീബല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളത് ഉപേക്ഷിക്കരുതേ. വലൗ അൻ യജ്റഅ അഹദുകും മാഅൻ, ഇനി നിങ്ങൾക്ക് ഉറക്കമൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ അത്താഴം കഴിക്കണേ. ആ ബറക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ലോകത്ത് എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈറൊക്കെ ഏതുപോലെ എനിക്ക് ലഭിക്കുന്നുവോ അതുപോലെ എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് അത്യാഗ്രഹിച്ച ഹബീബാണ്, നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിതങ്ങൾക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അത്താഴത്തിലുള്ള ബറക്കത്ത്. അപ്പോൾ നബിതങ്ങൾക്കും ഭയങ്കര ആഗ്രഹം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, നിങ്ങൾ ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് അത്താഴത്തിൻ്റെ ശ്രേഷ്ഠത, ബറക്കത്ത് കരസ്ഥമാക്കണേ. അപ്പോൾ അത്താഴത്തിലുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ ഗുണം എന്താ? അത് വലിയ ബറക്കത്തുടേതാണ്. രണ്ടാമത്തത്, നിങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നെട്ടിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ,
അള്ളാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം ചൊല്ലുന്നവരുടെ മേൽ സലാത്ത് പറയുന്നു. അള്ളാഹു സലാത്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ അടുക്കലുള്ള മലഉൽ അലയിലുള്ള മലക്കുകളോട് നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയും. നമ്മളുടെ മേൽ ബറക്കത്തും റഹ്മത്തും അള്ളാഹു ചൊരിയും. മലക്കുകൾ സലാത്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് റഹ്മത്തിനും മഗ്ഫിറത്തിനും വേണ്ടി മലക്കുകൾ ദുആ ഇറക്കും. അല്ലാഹു അക്ബർ. നമ്മൾ രാവിലെ എന്തേ ചെയ്യണ്ടു? എഴുന്നേറ്റിട്ട് നമ്മുടെ വയറ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നീയത്തൊന്ന് ശരിയാക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സുന്നത്ത് അനുഷ്ഠിക്കുന്നു എന്നുള്ള നിയത്തിൽ തിന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. വെറുതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ അതൊന്നെടുത്ത് കഴിക്കുമ്പോൾ ഈ നീയത്ത് മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. അതിലൂടെ കിട്ടുന്ന ഒന്നാമത്തെ ഉപകാരം നമ്മൾ പറഞ്ഞു, ബറക്കത്ത് കിട്ടും. രണ്ടാമത്തത്, അള്ളാഹു അവൻ്റെ അടുക്കലുള്ള ആളുകളോട് നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയും. മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയിട്ട് ദുആ ഇറക്കും. മൂന്നാമതായി അത്താഴത്തിൻ്റെ ഉപകാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളുടെ ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ, നമ്മളുടെയും അഹ്ലി കിതാബിൻ്റെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം അത് അത്താഴം കഴിക്കലാണ്. നമ്മൾക്ക് മുൻപ് കഴിഞ്ഞ സമുദായങ്ങളിലും നോമ്പ് നിർബന്ധമായിരുന്നു. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. അപ്പോൾ അവരുടെയും നമ്മളുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് ഈ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളുടെ നോമ്പിൻ്റെ പ്രത്യേകതയാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ 3 പ്രത്യേകതകളാണ് ഒരുപാട് ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഒന്നാമത്തെ സുന്നത്ത്, നോമ്പിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത്താഴം കഴിക്കുക എന്നതാണ്. അത്താഴം കഴിക്കുമ്പോൾ വേറൊരു സുന്നത്ത് കൂടിയുണ്ട്. അത്താഴം പരമാവധി പിന്തിച്ച് കഴിക്കണമെന്നാണ്. പിന്തിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിന്നണമെന്നല്ല, മറിച്ചോ നേരത്തെ കഴിച്ച് പിന്നെ 1 മണിക്കൂറോ അരമണിക്കൂറോ ഉറങ്ങി സുബഹിക്ക് വേണ്ടി വീണ്ടും എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ പതിവുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പരമാവധി സുബഹിക്ക് തൊട്ട് മുമ്പായിട്ട് അത്താഴം കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊരു സുന്നത്താണ്. പിന്നെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. അതിനുശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ താബിഈ ചോദിക്കുന്നുണ്ട്, ആ നമസ്കാരത്തിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു, എത്ര സമയം ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഏകദേശം 50 ആയത്ത് ഓതേണ്ട സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത്രയും സമയം മാത്രമേ നമസ്കാരത്തിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പരമാവധി ലേറ്റാക്കാൻ പറ്റുന്ന അത്രയും ലേറ്റ് ആക്കണം. പക്ഷേ ബാങ്ക് കൊടുക്കുന്നതിനോട് അടുപ്പിച്ചാകരുത്. കുറച്ച് മുമ്പ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം. അപ്പോൾ അത്താഴവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന അമലല്ലേ. നോമ്പിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട്, അതും നമ്മളെല്ലാവരും ചെയ്യുന്ന അമലാണ്. അതെന്താ? നോമ്പ് തുറയുടെ സമയമായാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക, അധികം ലേറ്റാക്കാതിരിക്കുക. ആരെങ്കിലും അത് ചെയ്യാത്തതായിട്ടുണ്ടോ? ഇല്ല. അതിന് മുമ്പ് അഥവാ തുറന്നു പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതേ നമ്മൾ ഇവിടെ സംശയിക്കേണ്ട ആവശ്യമുള്ളൂ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തുറക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതൊരു സുന്നത്താണ്. അത് സുന്നത്താണെന്ന് കരുതിയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് ഉടനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈത്തപ്പഴവും വെള്ളമൊക്കെ കുടിച്ചാൽ നമുക്കതിന് കൂലി കിട്ടും. റമദാനിലാകുമ്പോൾ ഒരു സുന്നത്ത് അനുഷ്ഠിച്ച് എത്ര വലിയ കൂലിയാണ് കിട്ടുക? അല്ലാഹു അക്ബർ. നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറയെ ധൃതിയാക്കുന്ന കാലത്തോളം ജനങ്ങളിൽ നന്മ അവശേഷിക്കുമെന്നാണ്. അവരിൽ ഫിത്നകൾ കടന്നുകൂടൂലെന്ന്, അവർ നന്മയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് റിയാദുസ് സാലിഹീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം നവവി കൊണ്ടുവന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹബ്ബു ഇബാദി ഇലയ്യ അഅജലുഹും ഫിത്ര. അല്ലാഹു അക്ബർ. എനിക്ക്, അള്ളാഹു പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അടിമകൾ, അല്ലെങ്കിൽ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവരിൽ എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുന്നവരാണ്. സമയമായി കഴിഞ്ഞാൽ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുന്നവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 സുന്നത്തുകളിൽ ഒരു സുന്നത്ത് അത് അത്താഴം കഴിക്കലാണ്. രണ്ടാമത്തെ സുന്നത്ത് ഏതാ? നോമ്പ് തുറ പരമാവധി ധൃതിയിലാക്കലാണ്. ഇത് രണ്ടും നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുമ്പം ഇത് സുന്നത്താണ്, എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, ഇതിന് ഇന്ന ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്, അള്ളാഹുലേക്ക് എന്നെ അടുപ്പിക്കുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ നമ്മുടെ വെള്ളം കൂടി, നമ്മുടെ ഭക്ഷണം കഴിക്കൽ, ഈത്തപ്പഴം തിന്നൽ, കടി കഴിക്കൽ, ഇതൊക്കെയും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട വേറെയും ചില സുന്നത്തുകൾ നോമ്പിനുണ്ട്. ഉദാഹരണത്തിന് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
സാധാരണ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്തൊരു ദുആ വേണമെങ്കിൽ ഓർമ്മിപ്പിക്കാം. നമ്മൾ ആദ്യം വെള്ളമോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ കഴിച്ചതിന് ശേഷം പറയേണ്ട ഒരു ദുആ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഈ ദുആ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പറയേണ്ടതല്ല, മറിച്ച് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമോ തിന്നതിന് ശേഷം പറയേണ്ട ദുആണ്. ദാഹം പോയി. വബ്തല്ലത്തിൽ ഉറൂഖു, എൻ്റെ നരമ്പുകളൊക്കെ നനഞ്ഞ് സജീവമായി, എൻ്റെ ശരീരം ഒന്ന് നനഞ്ഞ് സജീവമായി, ഇത്രയും നേരം ക്ഷീണിച്ച് ശോഷിച്ചിരിക്കുകയായിരുന്നു. വസബത്തൽ അജ്റു, അതിൻ്റെ കൂടെ തന്നെ നോമ്പുകാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലവും സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന ദുആ. അത് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെയധികം പ്രതിഫലമുള്ള മറ്റൊരു അമലാണ്, മറ്റൊരു സുന്നത്താണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും ഒരു നോമ്പുകാരനെ വയറ് നിറച്ച് ഭക്ഷിപ്പിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എത്ര കൂലിയുണ്ട്? 3. ഒന്ന്, മഗ്ഫിറത്തൻ ലിദുനൂബി, അവൻ്റെ പാപങ്ങൾ മുഴുവൻ മാപ്പാക്കപ്പെടും. വഇതുഖു റഖബതിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അവൻ്റെ പെരടിയെ മോചിപ്പിക്കും. 3-മത്തേത്, ആ നോമ്പുകാരൻ്റെ കൂലി ഒരണുകിട കുറയാതെ ഇവനിക്കും കിട്ടും. നമ്മൾ ഈ 3 നോമ്പ് കഴിഞ്ഞില്ലേ, ഈ 3 നോമ്പിലും നമ്മൾ സ്വന്തം നോമ്പെടുത്ത് എന്നിട്ട് വേറൊരാൾക്ക് നമ്മൾ നോമ്പ് തുറപ്പിക്കുകയും കൂടി ചെയ്തു, അങ്ങനെയാണെങ്കിലോ നമുക്ക് 6 നോമ്പിൻ്റെ കൂലി കിട്ടും. കാരണം ആ നോമ്പ് തുറപ്പിച്ചവൻ്റെ നോമ്പിൻ്റെ കൂലി ഒരണുമണി തൂക്കം കുറയാതെ നമുക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള ആൾക്കാരാരാ? പാവങ്ങളായ സഹാബാക്കളാണ്. ഒരു ദിവസം വയറ് നിറച്ച് ഭക്ഷിപ്പിച്ച് നോമ്പ് തുറപ്പിച്ചാൽ ഇന്ന കൂലി എന്നൊക്കെ പറഞ്ഞപ്പം അവർക്കും ആ കൂലി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ സ്വന്തം നോമ്പ് തുറക്കാൻ തന്നെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാത്ത പാവങ്ങളല്ലേ. അതുകൊണ്ട് അവർ മടിച്ചാണെങ്കിലും കുറച്ച് സഹാബാക്കൾ ചോദിച്ചു, മല്ലം യകുൻ ഇൻദഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരുവൻ്റെ കയ്യിൽ ഇങ്ങനെയൊന്നും വയറ് നിറച്ച് ഭക്ഷിപ്പിക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ അവൻ എങ്ങനെ ഈ പ്രതിഫലം കരസ്ഥമാക്കും? അല്ലാഹു അക്ബർ. കാരുണ്യത്തിൻ്റെ ദൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖബ്ലതു മിൻ തആം, വയറ് നിറപ്പിച്ച് കഴിപ്പിക്കണമെന്നൊന്നുമില്ല, ഒരു പിടി ഭക്ഷണം കൊടുത്ത് അവൻ്റെ വിശപ്പകറ്റിയാൽ തന്നെ മതി. അപ്പോൾ കുറച്ച് സഹാബാക്കൾക്ക് സന്തോഷമായി. പക്ഷേ വേറെ കുറച്ച് സഹാബാക്കൾ വീണ്ടും വ്യസനത്തിലാണ്, ബേജാറിലാണ്. അവർ പതുക്കെ മടിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അഫറഅയ്ത ഇല്ലം യകുൻ ഇൻദഹു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ഒരുവൻ്റെ കയ്യിൽ ഒരു പിടി ആഹാരം പോലും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി, തൻ്റെ സഹോദരനെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയില്ലെങ്കിൽ അവനെങ്ങനെ ഈ കൂലി കരസ്ഥമാക്കും റസൂലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുമുണ്ടല്ലോ. അവിടുന്ന് അരുളി, ഫശുർബത്തുൻ മിൻമാ, പേടിക്കണ്ട, കുറച്ച് വെള്ളം കൊടുത്തിട്ട് അവൻ്റെ ദാഹം അകറ്റിയാൽ പോലും, അവനെ നോമ്പ് തുറപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ കൂലി ലഭിക്കുമെന്ന് കാരുണ്യത്തിൻ്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം യതീമീങ്ങളോടുകൂടിയും മിസ്കീങ്ങളോടുകൂടിയും അല്ലാതെ നോമ്പ് തുറക്കുകയില്ലായിരുന്നു. നാം എപ്പോൾ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ ഒരു യതീമോ ഒരു മിസ്കീനോ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ചരിത്രത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്, ഒന്നും കഴിയുന്നില്ലെങ്കിൽ പള്ളിയിലോ വീട്ടിലോ ഒക്കെ നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് ഖിദ്മത്തെങ്കിലും ചെയ്തു കൊടുക്കണം. നമുക്കിനി ചിലവഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കൊടുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം, ഈത്തപ്പഴം വേണോ ഞാൻ ഈത്തപ്പഴം എടുത്തുകൊണ്ട് വരാം, അങ്ങനെയെങ്കിലും ചെയ്തിട്ട് ഒരാളെ നോമ്പ് തുറപ്പിച്ചു എന്നുള്ള പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നോമ്പിലൂടെ നിത്യമായി നമ്മൾ ചെയ്യുന്ന അമലുകളിലൂടെ തന്നെ നമുക്ക് കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ദീനുൽ ഇസ്ലാം എത്ര നല്ല മതമാണ് അല്ലേ? നമ്മുടെ റബ്ബ് എത്ര സ്നേഹമുള്ള റബ്ബാണ്. ഇന്ന് നമ്മൾ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിച്ചാലും നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു റബ്ബ്, സ്നേഹനിധിയായ റബ്ബ്. ഭക്ഷണം കഴിച്ചാൽ പോലും നമുക്ക് പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഇത്രയും സുന്ദരമായ ഒരു മതം. അതും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ, ഞാൻ നോമ്പ് തുറന്നു, എൻ്റെ ഭാര്യാമക്കൾ മാതാപിതാക്കൾ നോമ്പ് തുറന്നു, എൻ്റെ മക്കൾ നോമ്പ് തുറന്നു, അതുകൊണ്ടായില്ല. നിന്റെ തൊട്ടടുത്ത് നോമ്പ് തുറക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന, കണ്ണീര് കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നീ പരിഗണിക്കണമേ എന്ന് പഠിപ്പിച്ച നമ്മുടെ മതം. അല്ലാഹു അക്ബർ. എത്ര സുന്ദരമായ മതമാണല്ലേ, എത്ര സ്നേഹനിധിയായ റബ്ബാണ് നമ്മുടെ റബ്ബ്. ഈ മതം അത് നമുക്ക് കിട്ടിയെന്നുള്ളത്, ഈ ദീൻ അത് നമുക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. പഠിച്ചോനെ, നീ ഞങ്ങളിങ്ങനെ ഹിദായത്തിലാക്കിയോണ്ട് ഞങ്ങൾക്ക് ഹിദായത്തിലാകാൻ പറ്റി. എങ്ങാണ് നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊന്നും ലഭിക്കുകയില്ലായിരുന്നു എന്നൊരു മാനസികാവസ്ഥ എപ്പോഴും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോമ്പ് കുറച്ചുകൂടി ഉഷാറാക്കാൻ
നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിൻ്റെ എല്ലാ മര്യാദകളും പൂർത്തീകരിച്ച് റമദാനിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് അതിനെ പരമാവധി മുതലാക്കി തിരിച്ചയക്കുന്ന നല്ല സാലിഹായ ആളുകളിൽ നമ്മളേവരും ഉൾപ്പെടണം. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.